അർജുനൻ യുധിഷ്ഠിരനെ പടക്കളത്തിലെല്ലാം തിരഞ്ഞു. എങ്ങും കണ്ടില്ല. അവൻ രാജാവ് എവിടെയെന്ന് ഭീമനോട് ചോദിച്ചു. ഭീമൻ പറഞ്ഞു, രാജാവ് ഇവിടെ നിന്ന് പോയി. കർണന്റെ ബാണം കൊണ്ട് ആർത്തനായിട്ടാണ് പോയത്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവും. പാർത്ഥൻ ഇത് കേട്ട് പരിഭ്രമിച്ചു. യുധിഷ്ഠിരന്റെ വിവരം അന്വേഷിച്ചു വരാൻ ഭീമനെ നിർബന്ധിച്ചു. ഭീമൻ പറഞ്ഞു, നീ തന്നെ പോയി രാജാവിന്റെ വൃത്താന്തം എന്താണെന്ന് അറിയുക. ഞാനിവിടെ നിന്ന് പോയാൽ ഈ ശത്രുക്കൾ പറയും ഭീമൻ ഭയപ്പെട്ട് സ്ഥലം വിട്ടെന്ന്. അർജുനൻ യുധിഷ്ഠിരനെ അന്വേഷിച്ചു പോകുവാൻ തീരുമാനിച്ചു. കൃഷ്ണൻ ശിബിരത്തിലേക്ക് തേരോടിച്ചു. യുധിഷ്ഠിരൻ അപ്പോഴും വ്യതിതമായ ഹൃദയത്തോടെ മെത്തയിൽ കിടക്കുകയാണ്. കൃഷ്ണാർജുനന്മാർ ശിബിരത്തിനുള്ളിൽ കിടന്ന് രാജാവിന്റെ പാദം തൊട്ട് വന്നിച്ചു. യുധിഷ്ഠിരന്റെ ഹൃദയം കർണനോടേറ്റ പരാജയം കൊണ്ടുള്ള അപമാന ഭാരത്താൽ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. കർണനോടുള്ള പകയും സ്പർദ്ധയും അദ്ദേഹത്തിന്റെ മനസ്സിനെ വിഭ്രമിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം കർണനെ അമിതമായി ഭയപ്പെട്ടു. എങ്ങനെയും അവനെ കൊല്ലണമെന്നുള്ള ഒരേ ചിന്തയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. ഈ അവസരത്തിലാണ് കൃഷ്ണാർജുനന്മാർ അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയത്. കൃഷ്ണാർജുനന്മാരെ കണ്ടപ്പോൾ യുധിഷ്ഠിരൻ വിചാരിച്ചത് അവർ കർണനെ കൊന്നിട്ട് വരികയാണെന്നാണ്. അപ്പോൾ ചാടി എണീറ്റു. ഹർഷം കൊണ്ട് തൊണ്ടയിടറി. ആ പരന്തവൻ പ്രീതനായി പറഞ്ഞു, ദേവകീപുത്ര വിജയ, നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ വീരനായ കർണനെ കൊന്നുവല്ലോ. പോരിൽ സർവശസ്ത്ര വിദഗ്ധനായ അവനെ കൊന്നുവല്ലോ. ഭാർഗവരാമൻ അസ്ത്രാജ്ഞാനം നൽകിയ ആ ദുർജയ വീരനെ കൊന്നുവല്ലോ. പോരിൽ ശത്രുക്കൾക്ക് അന്തകനായ അവനെ കൊന്ന് നിങ്ങൾ എൻ്റെ മുന്നിൽ വന്നെത്തി. ഭാഗ്യം, ഭാഗ്യം. അവൻ എന്നോട് എന്തൊരു കടുങ്കൈയാണ് ചെയ്തത്. യാതൊരു കൂസലും കൂടാതെ ഘോരമായി യുദ്ധം ചെയ്ത് എൻ്റെ തേര് തന്നെ തകർത്തു. പല പരുക്ഷ വാക്കുകളും പറഞ്ഞ് എൻ്റെ സൂതനെയും കൊന്നു. എന്നെ അവശനാക്കുകയും ചെയ്തു. എന്നെ അപമാനിച്ചു. വാസ്തവത്തിൽ കർണൻ എന്നെ കൊല്ലാതെ വിട്ടയച്ചതാണ്. ഞാൻ ഇനിയും ജീവിച്ചിട്ട് എന്ത് കാര്യമെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. എന്തിനധികം പറയുന്നു, ഭീമസേനന്റെ ധൈര്യം കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. കഴിഞ്ഞ 13 വർഷം ഇവനെ ഭയപ്പെട്ട് ഞാൻ ഉറങ്ങാറില്ലായിരുന്നു. അവന്റെ വിദ്വേഷത്തിൽ മുങ്ങിയ ഞാൻ ദഹിക്കുകയായിരുന്നു. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഞാൻ കർണനെ തന്നെയാണ് കണ്ടുകൊണ്ടേയിരുന്നത്. അവനെ ഓർത്ത് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. പോരിൽ കർണനെ എങ്ങനെ കൊല്ലും? അതിനെന്താണ് മാർഗം? അതായിരുന്നു ഈ കാലം അത്രയും എൻ്റെ വിചാരം. പുരുഷ വ്യാഘ്ര, നീ അവനെ എങ്ങനെ കൊന്നു? ദുസ്സാധ്യമായ ഈ കാര്യം എങ്ങനെ നടന്നു? കർണനെ കൊന്നത് എങ്ങനെയാണെന്ന് വർണ്ണിച്ചു പറയൂ. ഞാൻ നിനക്ക് ശുഭം ആശംസിക്കുന്നു. യുധിഷ്ഠിരന്റെ വാക്കുകൾ കേട്ട് എന്തു പറയണമെന്നറിയാതെ കൃഷ്ണാർജുനന്മാർ നിന്ന് പരിങ്ങി. കർണൻ മരിച്ചിട്ടില്ല എന്നുള്ള വിവരമറിയുമ്പോൾ യുധിഷ്ഠിരൻ മോഹാഭംഗത്തിൽ പെടുകയും അതിൽ നിന്ന് ഒരു മനോഭ്രാന്തി പതിക്കുകയും ചെയ്യും. കർണനെ ഇനിയും കൊന്നിട്ടില്ലെന്നുള്ള സത്യം പറയാതിരിക്കാനും വയ്യ. അർജുനൻ ആകപ്പാടെ വിഷമിച്ചു. അവൻ അല്പം ജാള്യതയോടെ പറഞ്ഞു, മഹാരാജാവേ, ഞാൻ രാവിലെ മുതൽ സംശക്തകന്മാരോട് പോരാടുകയായിരുന്നു. അവിടെ നിന്ന് കർണനെ തേടി വരുമ്പോൾ അശ്വത്ഥാമാവ് എന്നെ വന്ന് തടഞ്ഞു. അവനുമായി ഒരു ഘോരയുദ്ധം നടത്തേണ്ടി വന്നു. അവൻ പരാജിതനായി ഓടുകയും ചെയ്തു. അപ്പോൾ കർണൻ ഒരു വലിയ സൈന്യവുമായി വന്ന് ഏറ്റുമുട്ടി. ഭടന്മാരിൽ ഒരു നല്ല പങ്കിനെ ഞാൻ കൊന്നൊടുക്കി. അപ്പോഴാണ് അങ്ങയെ കർണൻ പീഡിപ്പിച്ച കാര്യം ഞാൻ അറിയുന്നത്. ഉടൻ തന്നെ അങ്ങയുടെ ക്ഷേമം അന്വേഷിക്കുവാൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. ഞാൻ ഉടൻ തന്നെ മടങ്ങിപ്പോയി കർണനുമായി നേരിടും. എന്തായാലും ഞാൻ ഇന്ന് കർണനെ കൊല്ലുമെന്ന് അങ്ങയോട് സത്യം ചെയ്യുന്നു. ഭീമൻ കർണനോട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഞാനും ഉടൻ തന്നെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അനുഗ്രഹിച്ചാലും. കർണൻ കുശലിയായി ജീവിച്ചിരിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ അസഹ്യമായ കോപമാണ് ഉണ്ടായത്. കർണനെ ഭയന്നാണ് അർജുനൻ പോർക്കളം വിട്ടതെന്ന് പോലും അദ്ദേഹം സംശയിച്ചു. അദ്ദേഹം പറഞ്ഞു, അർജുന, നീ എന്തു പറഞ്ഞു? നിന്നോട് എതിർത്തു വന്ന കർണനെ വിട്ട് നീ ഇങ്ങോട്ട് പോന്നുവെന്നോ? കൊള്ളാം. നീ അവനെ കൊല്ലുവാൻ വയ്യാതെ പേടിച്ച് പടക്കളത്തിൽ നിന്ന് ഓടിപ്പോന്നതാവും. നിനക്ക് ലജ്ജയില്ലല്ലോ ഭീമനെ തനിയെ വിട്ടു പോരുവാൻ. നീ മുമ്പ് എന്തെല്ലാം വീരവാദങ്ങളാണ് പറഞ്ഞിരുന്നത്. നീ കർണനെ കൊല്ലുമെന്ന് എത്ര പ്രാവശ്യം പ്രതിജ്ഞ ചെയ്തു. എന്നിട്ട് എന്തുണ്ടായി? വിശ്വകർമാവ് സൃഷ്ടിച്ച കവിധ്വജമുള്ള തേരിൽ കയറി വന്നവനാണ് നീ. പൊൻകെട്ടുള്ള വാളും പന പോലെ തടിച്ച ഗാണ്ഡീവവും നിന്റെ കയ്യിലുണ്ട്. കേശവനാണ് നിന്റെ തേരാളി. എന്നിട്ടും നീ കർണനെ പേടിച്ചോടി. കഷ്ടം. നീ കുന്തിയുടെ ഗർഭത്തിൽ ജനിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്. പോർക്കളത്തിൽ നീ ഓടുന്നതിനേക്കാൾ ഭേദം അതായിരുന്നു. നിന്റെ ഗാണ്ഡീവം മോശം, നിന്റെ കയ്യൂക്കും മോശം തന്നെ. നിന്റെ ശരങ്ങളൊക്കെ എന്തിനു കൊള്ളാം? പാർത്ഥ, നീ ഈ വില്ല് കേശവന് കൊടുക്കൂ. സുരാധിപൻ വജ്രനെ കൊന്നതുപോലെ കൃഷ്ണൻ കർണനെ കൊല്ലു.
ധർമ്മരാജാവിൻ്റെ അധിക്ഷേപ വാക്കുകൾ 1000 മുനയുള്ള കൂരമ്പുകളെ പോലെ അർജുനന്റെ ഹൃദയത്തിൽ തറച്ചു. അവൻ അത്യന്തം രോഷാകുലനായി. അവൻ്റെ ശരീരം അടിമുടി വിറച്ചു. അവൻ ഉറയിൽ നിന്ന് വാളൂരി ചൊടിച്ചു നിന്നു. ഉടനെ മാധവൻ ചോദിച്ചു, അർജുന, നീ എന്തിനാണ് വാളെടുത്തത്? ആരെ കൊല്ലുവാൻ? നിനക്ക് വധ്യനായിട്ട് ഇവിടെ ആരെങ്കിലും കാണുന്നില്ലല്ലോ. നിനക്ക് ചിത്തഭ്രമം ബാധിച്ചോ? പാർത്ഥൻ യുധിഷ്ഠിരനെ നോക്കി ക്രുദ്ധനായ സർപ്പത്തെ പോലെ ചീറിക്കൊണ്ട് പറഞ്ഞു, ഗാന്ധീവം മറ്റൊരുവനെ ഏൽപ്പിക്കുവാൻ എന്നോട് ആര് പറയുന്നുവോ അയാളുടെ തല വെട്ടുമെന്ന് ഞാൻ ഗൂഢമായി സത്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാജാവ് ഇപ്രകാരം എന്നോട് പറഞ്ഞിരിക്കുന്നു. അത് ക്ഷമിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ഈ രാജശ്രേഷ്ഠനെ കൊന്നെൻ്റെ സത്യം ഞാൻ പാലിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ വാളെടുത്തത്. കൃഷ്ണൻ അർജുനനെ തടഞ്ഞുകൊണ്ട് ഉപദേശരൂപേണ പറഞ്ഞു, കഷ്ടം, കഷ്ടം. വേണ്ടാത്ത സമയത്ത് കോപിക്കുകയാൽ നീ ജ്യേഷ്ഠ ഭ്രാതാക്കളെ ബഹുമാനിക്കാത്തവനാണെന്ന് എനിക്ക് മനസ്സിലായി. പാർത്ഥ, ചെയ്യരുതാത്തെന്ന് ചെയ്യുന്നത് ഏവനോ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതേവനോ അവൻ പുരുഷധാമനാണ്. ജ്യേഷ്ഠഭ്രാതാവും ധർമ്മജ്ഞനുമായ രാജാവിനെ നീ പ്രാകൃതനായ ഒരു സാമാന്യനെ പോലെ കൊല്ലുകയോ? ആരെയൊക്കെ കൊല്ലണമെന്നും ആരെയൊക്കെ കൊല്ലരുതെന്നും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനാണ് ധർമ്മം നടത്തുന്നവൻ. നിന്റെ ശബ്ദം നിന്റെ വിവരക്കേടുകൊണ്ട് ചെയ്തതാണ്. ശരിയായ സത്യമല്ല. സത്യം ചൊല്ലണം. സത്യത്തിനുപരിയായി മറ്റൊന്നുമില്ലതാനും. എന്നാൽ സത്യം നടത്തുന്നവനാരോ അവൻ ആ സത്യത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയണം. സത്യം ചൊല്ലരുതെന്ന് വരും. അസത്യം പറയേണ്ടതായും വരും. നുണ സത്യത്തിൻ്റെ ഭാവം കൈക്കൊള്ളും. സത്യം നുണയുടെ ഭാവവും കൈക്കൊള്ളും. സത്യവും അസത്യവും തീർച്ചയാക്കി അറിയുന്നവൻ ധർമ്മജ്ഞനാകും. കൃഷ്ണന്റെ വാചാലമായ സാരോപദേശം കേട്ടപ്പോൾ അർജുനൻ കുഴങ്ങി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അവൻ ഇരുകർത്താവി മൂഢനായിരുന്നു. അവൻ ചോദിച്ചു, ഭഗവാനെ, എനിക്ക് കാര്യം തിരിച്ചറിയുന്ന വിധം അങ്ങെന്നെ അല്പം കൂടി വിശദീകരിച്ചു തന്നാലും. കൃഷ്ണൻ ചിരിച്ചു. അർജുനന്റെ കോപമില്ലാത്തതിൽ അദ്ദേഹം സന്തുഷ്ടനായി. പരവശനായ നിൽക്കുന്ന അർജുനന്റെ തോളിൽ സ്നേഹത്തോടെ തട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അർജുന, സത്യവും ധർമ്മവും അഹിംസയുമാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ഹേതഭൂതങ്ങളായ 3 ശക്തികൾ. എന്നാൽ ചില സമയത്ത് ഹിംസ ചെയ്താലും അത് പുണ്യമായി ഭവിക്കും. പണ്ട് ഒരു വേടൻ അന്ധനായൊരു മൃഗത്തെ അത് വെള്ളം കുടിക്കുമ്പോൾ കൊന്നു വീഴ്ത്തി. ഉടനെ തന്നെ ആ അപ്സരസുകൾ അയാളുടെ മേൽ പുഷ്പവൃഷ്ടി ചെയ്തു. അധികം താമസിയാതെ സ്വർഗത്തിൽ നിന്ന് വിമാനം വന്ന് അയാളുടെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഹിംസ നടത്തിയിട്ടും പുണ്യം ചെയ്ത ഫലമാണ് കാട്ടാളന് ലഭിച്ചത്. എന്തുകൊണ്ടെന്നാൽ ആ മൃഗം കാട്ടിലുള്ള സകല ജീവികളെയും സംഹരിക്കുന്നതിനുള്ള വരം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ജന്തുവിനെ കൊന്നതുകൊണ്ട് മറ്റനവധി ജന്തുക്കൾ രക്ഷപ്പെട്ടു. ആകയാൽ അതിനെ കൊന്നത് ഹിംസയല്ല, അത് ഭൂതരക്ഷയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് കാട്ടാളന് ഭൂതരക്ഷയുടെ ഫലമായ സ്വർഗാഭൂതി ലഭിച്ചത്. ഇനിയും സത്യം പറഞ്ഞുകൊണ്ട് ഹിംസയ്ക്ക് കൂട്ടുനിന്ന ഒരാളുടെ കഥ പറയാം. അധികം അറിവില്ലാത്ത കൗശികൻ എന്നൊരു താപസനുണ്ടായിരുന്നു. അദ്ദേഹം സത്യം മാത്രമേ പറയുമായിരുന്നുള്ളൂ. ഒരിക്കൽ കുറെ തസ്കരന്മാർ കാട്ടിൽ കൂടി ഒളിച്ചോടി പോകുന്നത് അദ്ദേഹം കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരെ തിരക്കി രാജഭടന്മാർ അതോടി വന്നു. അവർ താപസനോട് കള്ളന്മാർ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചു. അദ്ദേഹം അവർ പോയ വഴി പറഞ്ഞു കൊടുത്തു. രാജഭടന്മാർ അവരെ പിന്തുടർന്ന് പിടികൂടി എല്ലാവരെയും കൊന്നു. സത്യമാണ് താപസൻ പറഞ്ഞതെങ്കിലും അത് പലരുടെയും ജീവഹാനിക്ക് കാരണമായി തീർന്നു. തന്മൂലം അദ്ദേഹത്തിന് അനേകം ഹിംസകളുടെ കാരണക്കാരൻ എന്ന നിലയിൽ നരകത്തിലെത്തേണ്ടി വന്നു. ഇതുകൊണ്ടാണ് സത്യവും ധർമ്മവും അഹിംസയുമൊക്കെ വിവേകത്തോടുകൂടി വേണം പാലിക്കാനെന്ന് പറയുന്നത്. കൃഷ്ണൻ യുക്തിപൂർവം പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അർജുനന്റെ കോപം ശമിച്ചു. അവൻ വാളുറയിലിട്ടു. എങ്കിലും തന്റെ പ്രതിജ്ഞ എങ്ങനെയാണ് പാലിക്കേണ്ടതെന്നറിയാതെ കുഴങ്ങി. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു, അർജുന, മാനിക്കേണ്ടവർ മാനിക്കപ്പെടുമ്പോൾ അവർ ജീവിക്കുന്നു. എപ്പോഴാണ് അവൻ അപമാനിതനാകുന്നത് അപ്പോൾ അവൻ മൃത്യുവിനിരയാകും. ഇതാണ് ലോകതത്വം. അതുകൊണ്ട് സാംഭൂജ്യനായ യുധിഷ്ഠിരനെ എടാ പട്ടി, തെണ്ടി എന്നൊക്കെ വിളിച്ച് അപമാനിച്ചാൽ നിനക്ക് അദ്ദേഹത്തെ കൊല്ലാതെ കൊല്ലാം. അങ്ങനെ നിന്റെ പ്രതിജ്ഞ നിറവേറ്റാം. പിന്നീട് അദ്ദേഹത്തിന്റെ പാദത്തിൽ നമസ്കരിച്ച് സ്വാന്തനോക്തികൾ പറഞ്ഞ് സമാധാനിപ്പിച്ചാൽ മതി. അർജുനൻ കൃഷ്ണന്റെ ഉപദേശപ്രകാരം മുമ്പൊരിക്കലും ധർമ്മപുത്രനോട് പറയാത്ത വിധത്തിലുള്ള നിശ്ചിതവും നീചവുമായ മൊഴികൾ പറയുവാൻ തുടങ്ങി. അവൻ ചൊടിച്ചുകൊണ്ട് പറഞ്ഞു, എടാ ഏഭ്യ, യുധിഷ്ഠിര, നീ എന്തു പറഞ്ഞു? ഞാൻ കർണനെ പേടിച്ചോടിയ പേടിക്കുടലൻ ഭീരുവെന്നോ? നീ അവനെ പേടിച്ചോടി ശിബിരത്തിൽ വന്നിരുന്നിട്ട് എന്നെ അധിക്ഷേപിക്കുന്നുവോ? ഏത് വീരന്മാരോടും പൊരുതുന്ന ഭീമനാണ് എന്നെ ചീത്ത പറയുന്നതെന്നു വരികിൽ എനിക്ക് ഖേദമില്ലായിരുന്നു. ബന്ധുക്കളുടെ സംരക്ഷണത്തിൽ
എപ്പോഴും ഭയപ്പെട്ട് ജീവിക്കുന്ന നിനക്ക് എന്ത് യോഗ്യതയുണ്ട് എന്നെ അധിക്ഷേപിക്കുവാൻ? നീ ചൂതാട്ടക്കാരനാണ്, കൊള്ളരുതാത്ത ദുഷ്ടനാണ്. നീ കാരണമാണ് സകല ദുഃഖവും വന്നു ചേർന്നത്. എടാ കിഴവാ, നീ കാരണമാണ് ഈ രാജ്യത്തുണ്ടായ നാശമെല്ലാം വന്നത് തന്നെ. ഭാഗ്യം കെട്ട നീചൻ. പിന്നെയും പലതും പറഞ്ഞ് പാർത്ഥൻ ധർമ്മപുത്രനെ അപമാനിച്ചു. യുധിഷ്ഠിരനെ അപമാനിച്ച് കൊല്ലാക്കൊല നടത്തുവാൻ ഇപ്രകാരം അധിക്ഷേപ വാക്കുകൾ പറഞ്ഞ അർജുനൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പശ്ചാത്താപ വിവശനായി. തൻ്റെ അഭിവന്ദ്യ ജ്യേഷ്ഠ ഭ്രാതാവിനോട് പറഞ്ഞ ക്രൂരമായ വാക്കുകൾ അർജുനനെ അസ്വസ്ഥനാക്കി. അവൻ നെടുവീർപ്പെട്ടു. അവൻ വീണ്ടും വാൾ ഉറയിൽ നിന്നൂരി. ഇത് കണ്ട് ഗോവിന്ദൻ ചോദിച്ചു, അർജുന, നീ എന്തിനാണ് വീണ്ടും വാളൂരിയത്? എന്തിനാണ് നീ ഭാവിക്കുന്നത്? അർജുനൻ പറഞ്ഞു, കൃഷ്ണ, ഞാൻ ജ്യേഷ്ഠനോട് പറയരുതാത്തതാണ് പറഞ്ഞത്. എനിക്കിനി ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ പോവുകയാണ്. കൃഷ്ണൻ ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ ആദ്യം ജ്യേഷ്ഠനെ കൊല്ലുവാൻ ഉരമ്പിട്ടു. ഇപ്പോൾ ഇത് ആത്മഹത്യക്കൊരുങ്ങി നിൽക്കുന്നു. ഇത് രണ്ടും സജ്ജനങ്ങൾക്ക് പറ്റിയ പണിയല്ല. ആത്മഹത്യ ചെയ്യാതെ തന്നെ മരിച്ച വിധമാകുവാൻ ഞാനൊരു മാർഗം പറഞ്ഞു തരാം. ആത്മപ്രശംസ ചെയ്യുക എന്നത് ആത്മാവിനെ വധിക്കുകയാണ്. നീ തന്നെത്താൻ പുകഴ്ത്തിയാൽ ആത്മഹത്യക്ക് തുല്യമായി തീരും. കൃഷ്ണന്റെ വാക്കുകൾ ആധാരമായി എടുത്ത അർജുനൻ ആത്മപ്രശംസ ചെയ്യുവാൻ തുടങ്ങി. എന്നെപ്പോലെ കേമരായ വില്ലാളികൾ വേറാരും ഈ ലോകത്തില്ല. ഞാൻ വിചാരിച്ചാൽ ആ ക്ഷണം കൊണ്ട് വിശ്വമാകെ ചാമ്പലാകും. തുടർന്ന് അർജുനൻ അവൻ്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി വിവരിക്കുവാൻ തുടങ്ങി. അവൻ ഇനിയും ചെയ്യുവാൻ പോകുന്ന മഹൽ കാര്യങ്ങളെപ്പറ്റി ആവേശത്തോടെ പുകഴ്ത്തി പറഞ്ഞു. അവൻ്റെ ഗാണ്ഡീവത്തെ സ്തുതിച്ചു. അവൻ്റെ ഒടുങ്ങാത്ത ആവനാഴിയെപ്പറ്റി പ്രശംസിച്ചു പറഞ്ഞു. ഇങ്ങനെ പലതും പറഞ്ഞ ആത്മപ്രശംസയുടെ ഉന്നത ശ്രേണിയിലെത്തിയ അർജുനൻ ഊരിയ വാൾ ഉറയിലിട്ടു. അമ്പും വില്ലും താഴെ വെച്ചു. അവൻ സ്വയം ലജ്ജിതനായി തല താഴ്ത്തി നിന്നു. അർജുനന്റെ പരുഷവും ക്രൂരവുമായ വാക്കുകൾ കേട്ട് ഇത് കർത്താവി മൂഢനായി നിന്ന ധർമ്മപുത്രനെ കൃഷ്ണൻ അനുയായ വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അർജുനൻ യുധിഷ്ഠിരനെ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവൻ തേങ്ങിക്കരഞ്ഞു. യുധിഷ്ഠിരൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സസ്നേഹം തഴുകി. രണ്ടുപേരുടെയും കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. അല്പം കഴിഞ്ഞ് അർജുനൻ പറഞ്ഞു, മഹാരാജാവി, ഇന്ന് അംഗരാജൻ വൈകർത്തനൻ കർണനെ കൊല്ലാതെ ഞാൻ പോരിൽ നിന്ന് പിൻവാങ്ങുകയില്ലെന്ന് സത്യം ചെയ്യുന്നു. എന്നെ അനുഗ്രഹിച്ചാലും. യുധിഷ്ഠിരൻ പാർത്ഥനെ ആശ്ലേഷിച്ച് മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് നന്മ വരട്ടെ. നീ കർണനെ കൊല്ലുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൃഷ്ണാർജുനന്മാർ യുദ്ധരംഗത്തേക്ക് പുറപ്പെട്ടു. യുദ്ധക്കളത്തിൽ ഇരുവിഭാഗക്കാരൻ തീവ്രമായ പോരാട്ടം നടത്തുകയാണ്. ഭീമൻ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കൗരവപ്പടയെ ശക്തമായി മർദ്ദിച്ചുകൊണ്ടേയിരുന്നു. അവനെ സഹായിക്കുവാൻ സാത്വികി, ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, പാഞ്ചാലിപുത്രന്മാർ, മാദ്രീപുത്രന്മാർ തുടങ്ങി പലരുമുണ്ടായിരുന്നു. കൗരവരും ഫലപ്രദമായ പാണ്ഡവപ്പടയെ എതിർക്കുന്നുണ്ട്. ദുര്യോധനൻ, ദുശാസനൻ, കൃപൻ, അശ്വത്ഥാമാവ് തുടങ്ങിയവർ അവർക്ക് നേതൃത്വം കൊടുക്കുന്നുമുണ്ട്. എങ്കിലും കൗരവപ്പട തളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭീമസേനൻ കൗരവ സൈന്യത്തിന്റെ മധ്യത്തിലേക്ക് തന്റെ രഥമോടിക്കുവാൻ സാരഥിയായ വിശോകനോട് പറഞ്ഞു. അവൻ അപ്രകാരം ചെയ്തു. ചുറ്റുപാടും നിന്ന് കൗരവർ ഭീമനോട് പോരാടുവാൻ തുടങ്ങി. അങ്ങനെ ശത്രു സൈന്യങ്ങളെ 4 ഭാഗത്തും കിട്ടുവാൻ വേണ്ടിയാണ് ഭീമൻ ശത്രു മധ്യത്തിലേക്ക് തന്നെ പ്രവേശിച്ചത്. വിശോകൻ രഥൻ പമ്പരം പോലെ കറക്കി. ഭീമൻ ഒരേ സമയത്ത് 4 ഭാഗത്തുമുള്ളവരോടുമായി പോരാടി. അഗ്നിയെ പൊതിയുവാൻ പുറപ്പെട്ട പാറ്റകൾ എന്ന പോലെ കൗരവസേന ഭീമശരങ്ങളാൽ തകർക്കപ്പെട്ടു. അസംഖ്യം മാനകളും കുതിരകളും കാലാളുകളും ചത്തുപിഞ്ഞു. ശവങ്ങൾ കുന്നുപോലെ കൂടി. രക്തം പുഴയായി ഒഴുകി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭീമരഥത്തിന് ചുറ്റും ആരുമില്ലാതെയായി. അനന്തരം ഭീമൻ ആനപ്പടയുടെ മധ്യത്തിലേക്ക് നീങ്ങി. അവിടെ പരാക്രമത്തെ ചെറുക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഭീമന്റെ ശരപ്രവാഹത്തെ തടുക്കുവാൻ നിവൃത്തിയില്ലാതെ കൗരവ സൈന്യത്തിന് ഓടി ഒളിക്കേണ്ടതായി വന്നു. ഭീമന്റെ നേരെ കർണപുത്രനായ സുഷേണൻ യുദ്ധത്തിനൊരുമ്പിട്ടു. എന്നാൽ അവൻ ഭീമന്റെ സഹായത്തിനുണ്ടായിരുന്ന ഉത്തമൗജസിന്റെ ശരമേറ്റ് മൃതിയടഞ്ഞു. ഈ സമയത്താണ് കൃഷ്ണാർജുനന്മാർ പോർക്കളത്തിലെത്തിയത്. അർജുനരഥമെത്തിയ ഉടനെ തന്നെ അസംഖ്യം രഥികളായ ക്ഷത്രിയന്മാരടക്കമുള്ള ഒരു വമ്പിച്ച കൗരവ സൈന്യം അർജുന രഥത്തിന്റെ 4 പാടും വന്നു വളഞ്ഞു. കഠിനമായ യുദ്ധം തുടങ്ങി. അർജുനൻ ഗാണ്ഡീവത്തിൽ നിന്നയച്ച അമ്പുകൾ 4 പാടും ഒരേ സമയത്താണ് പതിച്ചുകൊണ്ടേയിരുന്നത്. അത്രത്തോളം സമർത്ഥമായിട്ടാണ് ഭഗവാൻ സാരഥ്യം വഹിച്ചത്. കൗരവപ്പട ചത്തു വീഴുന്നതോടൊപ്പം പുതിയ സൈന്യങ്ങളെ ദുര്യോധനൻ അയച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ടും അക്ഷീണനായി അവരെ നേരിട്ട് സംഹരിക്കുന്ന പ്രക്രിയ അർജുനൻ തുടർന്നു. കർണബാണങ്ങളേറ്റ് ക്ഷീണിതനായി ശിബിരത്തിലേക്ക് മടങ്ങിയ യുധിഷ്ഠിരന്റെയോ അദ്ദേഹത്തിന്റെ അന്വേഷിച്ചു പോയ അനുജന്റെയോ വിവരങ്ങളൊന്നും അറിയാതെ
ആശങ്കാകുലനായിരുന്ന ഭീമസേനൻ ദൂരത്തിലായി അർജുനന്റെ ധ്വജത്തിൽ പാറിപ്പറക്കുന്ന വാനരചിഹ്നമുള്ള കൊടി കണ്ടു. തേര് നിൽക്കാതെ വട്ടം കറങ്ങുന്നതും കണ്ടു. അർജുനൻ കൗരവപ്പടയെ കൊന്നൊടുക്കുകയാണെന്ന് അവന് മനസ്സിലായി. അർജുനന്റെ അടുത്തേക്ക് തേര് തെളിക്കുവാൻ വിശോകനോട് പറഞ്ഞു. അപ്പോഴേക്കും ദുര്യോധനന്റെ പ്രേരണയിൽ ഒരു വലിയ സംഘം കൗരവ സൈനികർ രഥികളായ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ ഭീമസേനനോട് ഏറ്റുമുട്ടി. ഭീമൻ നിഷ്പ്രയാസം അവരെ പരാജിതരാക്കി കൊന്നൊടുക്കുകയും ചെയ്തു. പിന്നീട് ശകുനിയുടെ നേതൃത്വത്തിൽ വമ്പിച്ചൊരു പട തട്ടഹസിച്ചുകൊണ്ട് ഭീമനോട് എതിർക്കുവാനെത്തി. ഭീമന് കൗരവ പ്രമാണികളിൽ ഏറ്റവും വിരോധമുള്ള 2-3 പേരിൽ പ്രമുഖനാണ് ശകുനി. അവനെ നേരിട്ട് മുന്നിൽ കിട്ടിയപ്പോൾ ഭീമസേനൻ ആഹ്ലാദിക്കുകയും അവനെ കൊല്ലുവാൻ ഉരുമ്പിടുകയും ചെയ്തു. ആ ഒരു സന്ദർഭം പാഴാക്കരുതെന്നുള്ള ദൃഢനിശ്ചയത്തോടെ അവനോട് പോരാട്ടം ആരംഭിക്കുകയും ഭീമസേനൻ ചെയ്തു. സൗബലനും സൈന്യവും ഭീമരഥത്തിൽ ചുറ്റും വന്നു വളഞ്ഞു. ഭീമൻ അശേഷം പതരാതെ വജ്രസമാനങ്ങളായ ശരങ്ങളയച്ച് എതിരാളികളെ അമ്പരിപ്പിച്ച് കളഞ്ഞു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ശകുനിയുടെ സൈന്യങ്ങളിൽ മിക്കവാറും പേരെ കൊന്നു. അപ്പോൾ ശകുനി ഭീമവിക്രമനായ ഭീമനോട് നേരിട്ട് ദ്വന്ദ്വയുദ്ധത്തിന് പോലും തയ്യാറായി. ഇരുവരും കൂരമ്പുകൾ പരസ്പരം അയച്ചു. ശകുനി തീക്ഷ്ണമായ ഒരു നാരായം അയച്ച് ഭീമന്റെ ഇടത്തെ നെഞ്ചിനടിയിലേക്ക് കൈക്കൊണ്ടു. പീഡിതനായ മാരുതി ഊക്കോടെ ഒരമ്പ് ശകുനിയുടെ നേർക്ക് എയ്തു. ശകുനി അത് 7 നുറുക്കി. ഇത് കണ്ട് ധാർത്തരാഷ്ട്രർ ആർത്തു വിളിച്ചു. ഉടനെ ക്രോധാവിഷ്ടനായ ഭീമസേനൻ സൗബലന്റെ വില്ലെറുത്തു. ശകുനി മറ്റൊരു വില്ലും 16 ഭല്ലങ്ങളും എടുത്തു. 2 ഭല്ലങ്ങളും സൂതന്റെ മേലും 7 ഭീമന്റെ നേർക്കും എയ്തു. 1 എടുത്ത് കൊടി നുറുക്കി. 2 എയ്തു കുടയും നുറുക്കി. 4 4 കുതിരകളുടെ മേലെയ്തു. ഭീമൻ ഉടനെ ഉരുക്കുവേലെടുത്ത് ശകുനിയുടെ നേരെ പ്രയോഗിച്ചു. ശകുനി വിദഗ്ധമായി വേൽ പിടിച്ചെടുത്ത് തിരിച്ച് ഭീമന്റെ നേരെ തന്നെ വിജയകരമായി പ്രയോഗിച്ചു. അത് സർപ്പത്തിന്റെ ജിഹ്വാഗ്രം പോലെ ഉഗ്രമായി പാഞ്ഞുവന്ന് ഭീമന്റെ ഇടത്തെ കൈയിൽ കൊള്ളുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ കൗരവപ്പട ആഹ്ലാദ തിമിർപ്പോടെ സൗബലനെ പുകഴ്ത്തി. സൗബലന്റെ അമ്പുകൾ 1-2 പ്രാവശ്യം ശരീരത്തിൽ കൊണ്ട് മുറിവേറ്റ ഭീമൻ സംഹാരരുദ്രനെ പോലെ ഭയങ്കരനായി തീർന്നു. അവൻ ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് 100 കണക്കിന് ബാണങ്ങൾ ശകുനിയുടെ മേൽ ചുരിഞ്ഞു. ശകുനിയുടെ തേര് നശിപ്പിച്ചു. കുതിരകളെ കൊന്നു. സൂതനെ വധിച്ചു. കൊടിമരം മുറിച്ചിട്ടു. ആയുധങ്ങളെല്ലാം തെറിപ്പിച്ചു. ശകുനി നിസ്സഹായനായി. അവസാനമായ ഒരു അസ്ത്രമേറ്റ് അവൻ രണഭൂമിയിലേക്ക് വീഴുകയും ചെയ്തു. ശകുനിയും ഭീമനുമായുള്ള യുദ്ധം ദുര്യോധനൻ ദൂരെ നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ സൗബലൻ വിജയിക്കുന്നതായി തോന്നിയപ്പോൾ അവൻ വളരെ സന്തോഷിച്ചു. അവസാനം ശകുനി അമ്പുകൊണ്ട് ഭൂമിയിലേക്ക് പതിക്കുന്നത് കണ്ടപ്പോൾ ദുര്യോധനൻ തേര് ഓടിച്ചു വന്ന് ശകുനിയെ എടുത്ത് അതിൽ കിടത്തി പിന്നണിയിലേക്ക് കൊണ്ടുപോയി കളഞ്ഞു. കൗരവർ വീണപ്പോൾ കൗരവ സൈനികർക്ക് ആകപ്പാടെ ഭയമായി. അവർ നാനാദിക്കിലേക്കും പാഞ്ഞു. ഭീമൻ പിന്നെയും അവിടെ വന്ന് ശസ്ത്രവർഷം നടത്തി. ശേഷിച്ച കൗരവ സൈന്യങ്ങൾ കൂടി ഓടിക്കുകയോ കൊല്ലുകയോ ചെയ്തു. യുദ്ധകളത്തിന്റെ ഒരു ഭാഗത്ത് അർജുനൻ ഗാണ്ഡീവത്തിൽ നിന്ന് ഇടതടവില്ലാതെ ശരങ്ങളയച്ച് തന്നോട് എതിർക്കുവാൻ വരുന്ന കൗരവപ്പടയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭീമന്റെ അരികിലെത്തി. യുധിഷ്ഠിരൻ സൗഖ്യമായിരിക്കുന്ന വിവരം അറിയിക്കണമെന്നുള്ളതാണ് പാർത്ഥന്റെ ലക്ഷ്യം. അങ്ങനെ അർജുനരഥം അകലത്തിൽ ദർശിച്ചപ്പോൾ ശല്യൻ അർജുനനെ ചൂണ്ടിക്കാട്ടിയിട്ട് കർണനോട് പറഞ്ഞു, സൂതപുത്ര, നീ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കൗന്ദേയൻ അതാ വന്നിരിക്കുന്നു. കൃഷ്ണസാരഥിയായ രഥമതാ കാണുന്നു. ഇരുവരും കൂടി കൗരവപ്പടയെ ചിന്നിച്ചിതർക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടൻ നിന്നോട് എതിരിടുവാനാണ് അവൻ്റെ ഭാവം. അവൻ അജയ്യനായ രഥവീരനാണ്. അവനുമായി ധീരതയോടെ പോരാടുക. അവനോട് എതിർക്കുവാൻ ലോകത്തിൽ നീയല്ലാതെ വേറൊരു ധനുർധാരനെയും ഞാൻ കാണുന്നില്ല. കൃഷ്ണാർജുനന്മാരെ പോരിൽ മയക്കുവാൻ ശക്തിയുള്ളവനാണ് നീ. നിന്റെ കടമയാണത്. കൗരവർക്കിപ്പോഴുള്ള രക്ഷകൻ നീ മാത്രമാണ്. നിന്റെ യഥാർത്ഥ പൗരുഷം കാണിക്കേണ്ട സമയം ആഗതമായിരിക്കും. സാധാരണയായി എപ്പോഴും കർണനെ ഇടിച്ചു പറയാറുള്ള ശല്യൻ ഇപ്പോൾ അവനെ പുകഴ്ത്തി പറയുന്നത് ശല്യന്റെ വാക്കുകൾ കർണന് വളരെ ഹൃദ്യമായി തോന്നി. കർണൻ പറഞ്ഞു, ശല്യ, അങ്ങയ്ക്കിപ്പോൾ പാർത്ഥനെ ഭയമില്ലെന്ന് തോന്നുന്നു. അങ്ങയുടെ വാക്കുകൾ എനിക്ക് ഉന്മേഷം നൽകുന്നു. അർജുനനെ പോലെയുള്ള ഒരു ധ്വനി ഈ ലോകത്തിലേയില്ല. ദൃഢായുധനും ധൃതിമാനും ക്ഷിപ്രഹസ്തനുമായ ഈ മഹദ്യമ പാണ്ഡവന് എതിരായൊരു യോദ്ധാവുമില്ലെന്നുള്ളത് എനിക്കും അറിയാം. അവൻ വളരെ ബാണങ്ങൾ ഒപ്പമെടുക്കും. അവ ഒന്നുപോലെ തുടുക്കുകയും ചെയ്യും. ഏത് ലക്ഷ്യവും അവൻ ഭേദിക്കുകയും ചെയ്യും. ഇപ്രകാരമുള്ള മഹാരഥനോട് ഞാൻ ഏറ്റുമുട്ടുവാൻ പോവുകയാണ്. അത് ഏറ്റവും വലിയ സാഹസമാണെന്ന് എനിക്കറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവനോട് പോരിനിറങ്ങുന്നത്. ശല്യ, ഇന്ന് നീ എൻ്റെ കയ്യൂക്കും അഭ്യാസശക്തിയും കണ്ടുകൊള്ളുക. ഒറ്റയ്ക്ക് ഞാൻ പാണ്ഡവരുടെ പടയൊക്കെ മുടിക്കും.
പുരുഷ വ്യാഘ്രന്മാരായ കൃഷ്ണാർജുനന്മാരെയും ഞാൻ കൊല്ലും. ഈ വീരന്മാരെ കൊല്ലാതെ ഞാൻ പോരിൽ നിന്ന് പിന്മാറുകയില്ല. അല്ലെങ്കിൽ അവർ എന്നെ കൊന്നേക്കാം. പോരിൽ ജയം അനിനിത്യമാണ്. കൊന്നിട്ടോ കൊല്ലപ്പെട്ടിട്ടോ ഇന്ന് ഞാൻ കൃതാർത്ഥനാകും. ഇപ്രകാരം പറഞ്ഞ കർണൻ യുദ്ധക്കലി കൊണ്ട് കാളമേഘം പോലെ അലറി. ദുര്യോധനാദികൾ അവൻ്റെ ചുറ്റിനും കൂടി അവനെ പ്രശംസിച്ചു. കർണന്റെ വീര്യം വർദ്ധിച്ചു. അവൻ ഉച്ചത്തിൽ ആക്രോശിച്ചു: സുഹൃത്തുക്കളെ, യോദ്ധാക്കളെ, ഭാരതവീരന്മാരെ, നിങ്ങൾ കൃഷ്ണാർജുനന്മാരെ തടുകുവിൻ, പ്രഹരിച്ച് കയറുവിൻ, അവരെ കുഴയ്ക്കുവിൻ, ഞാൻ അവരെ വധിച്ചുകൊള്ളാം. കർണന്റെ ആഹ്വാനം ദുര്യോധനാദികൾക്ക് ഹരം പകർന്നു. പാർത്ഥനെ കൊല്ലുവിൻ, പാർത്ഥനെ കൊല്ലുവിൻ എന്നു പറഞ്ഞുകൊണ്ട് വമ്പിച്ച സന്നാഹങ്ങളോടുകൂടി അവർ അർജുനനെ ലക്ഷ്യമാക്കി പാഞ്ഞു ചെന്നു. നദീപ്രവാഹത്തെ എത്രമാത്രം ലാഘവത്തോടെ സമുദ്രം ഗ്രസിക്കുന്നുവോ അപ്രകാരം ലഘുതരമായ വിധത്തിലാണ് അർജുനൻ കൗരവപ്പടയെ സ്വീകരിച്ചത്. പാർത്ഥൻ അമ്പ് തുടുക്കുന്നതും വിടുന്നതും ആർക്കും കാണുവാൻ പോലും കഴിഞ്ഞില്ല. അത്ര കൈവേഗതയോടെ അവൻ ശരങ്ങൾ വിട്ടു. ആ ശരങ്ങളേറ്റ് ആനകളും കുതിരകളും കാലാൾപ്പടയും ചത്തു വീണു. അർജുനന്റെ നേർക്ക് കൃപനും ദ്രൗണിയും ഭോജനും ദുര്യോധനനും കുന്നിൽ മേഘൽ വർഷം പോലെ ശരങ്ങൾ വർഷിച്ചു. മഹാരഥന്മാർ വലിച്ചുവിടുന്ന ശരസമൂഹങ്ങൾ പാർത്ഥൻ പുഞ്ചിരിയോടെ അറുത്തുവിട്ടു. അർജുനൻ കത്തിയമ്പുകൊണ്ട് ദ്രൗണിയുടെ സൂതന്റെ തലയറുത്തു. അനന്തരം 3 ശരങ്ങൾ കൊണ്ട് ധ്വജവും മുറിച്ച് ദ്രൗണിയെ തീരിലിട്ടു. കൃപന്റെ വില്ലും അമ്പും കുതിരകളും സൂതനും ധ്വജവും ശരങ്ങൾ കൊണ്ട് അർജുനൻ തകർത്തു. ശരങ്ങളേറ്റ് ശരീരം മുറിഞ്ഞ കൃപാചാര്യർ അവശനായി. ഭോജനെയും അർജുനൻ വെറുതെ വിട്ടില്ല. കുതിരകൾ, സൂതൻ, കൊടി, വില്ല്, തേര് എന്നിവയൊക്കെ അതിവേഗത്തിൽ മുറിച്ചു വീഴ്ത്തി. ഉടനെ 10 ധാർത്തരാഷ്ട്രന്മാർ അർജുനനെ വാളണഞ്ഞു. അവർ ഫുള്ളു വളഞ്ഞവരെ. ആനയെ തീക്കൊള്ളികൾ കൊണ്ടെന്ന പോലെ അവർ അമ്പെയ്ത് അർജുനനെ ആക്രമിച്ചു. പാഞ്ഞു വരുന്ന അവരുടെ ചാപം, ബാണം, കുതിര, ധ്വജം എന്നിവയെ ഒരു നിമിഷം കൊണ്ട് നാരായം, അർദ്ധചന്ദ്രം എന്നിവയാൽ കീഴി വീഴ്ത്തി. 10 ഭല്ലങ്ങൾ കൊണ്ട് 10 പേരുടെയും തലമുറിച്ചിട്ടു. ഗാണ്ഡീവത്തിന്റെ വൈഭവമായ മുഴക്കം ആകാശത്തിലെ മേഘനിർഘോഷം പോലെ മുഴങ്ങിക്കേൾക്കുകയും ചെയ്തു. പാർത്ഥന്റെ ശരമേറ്റ് പെരുമ്പട കടലിൽ കൊടുങ്കാറ്റേറ്റ കപ്പൽ പോലെ തകർന്നു. അണപൊട്ടിയൊഴുകുന്ന വലിയ ജലാശയം പോലെ കൗരവ സൈന്യ മണികൾ ഭേദിച്ച് പുറത്തു ചാടി നാനാദിക്കിലേക്കും ഓടിപ്പോയി. അർജുനന് വളരെയധികം പിന്നിനല്ലാതെ നിന്നുകൊണ്ട് കൗരവസേനയെ ആക്രമിച്ചു കൊണ്ടിരുന്ന ഭീമസേനോട് ദുശാസനൻ ഏറ്റുമുട്ടി. മൃഗോദരൻ 2 ബാണങ്ങളെയ്ത് അവന്റെ ചാപവും കൊടിയും മുറിച്ചു. മറ്റൊരു ബാണം അവന്റെ നെറ്റിത്തടത്തിൽ കൊള്ളിക്കുകയും ചെയ്തു. ദുശാസനൻ മറ്റൊരു വില്ലെടുത്തു. അവൻ 12 ശരങ്ങൾ തുരുതുരായി മാരുതിയെ മുറിപ്പെടുത്തി. ഭീമൻ ദേഹം കീറി ചോരയൊലിപ്പിച്ചുകൊണ്ട് കരങ്ങൾ നീട്ടി വലിയ തേരിൽ മോഹാലസ്യപ്പെട്ട് വീണു. കുറച്ചു സമയത്തിനുള്ളിൽ ഭീമന് ബോധം വീണു. അവൻ ഉണർന്നെഴുന്നേറ്റ് സിംഹനാദം മുഴക്കി. ഉടനെ ദുശാസനൻ വീണ്ടും ഭീമന്റെ വില്ലെയ്തു മുറിച്ചു. ഭീമന്റെ നേർക്കൊരമ്പെയ്ത് ബാണങ്ങളും അയച്ചു. അതെല്ലാം തടഞ്ഞിട്ട് ഭീമൻ ഒരു വേലെടുത്ത് ദുശാസനന്റെ നേർക്ക് പ്രയോഗിച്ചു. കൊള്ളിമീൻ പോലെ പാഞ്ഞു വന്ന ആ വേലിനെ 10 ബാണങ്ങൾ കൊണ്ട് ദുശാസനൻ കഷ്ണം കഷ്ണമായി നുറുക്കി. ഭീമന്റെ ക്ഷമ നശിച്ചു. അവൻ രോഷാകുലനായി ജ്വലിച്ചുകൊണ്ട് പറഞ്ഞു: എടാ ദുഷ്ട, നിന്റെ ബാണങ്ങൾ ധാരാളം എൻ്റെ ശരീരത്തിൽ കൊണ്ടു. മുമ്പേ പറഞ്ഞിട്ടുള്ളതുപോലെ ഇന്ന് ഞാൻ നിന്റെ ചോര കുടിക്കും. അതോടെ ഉഗ്രമായ കൊടുങ്കാറ്റായി മാറിയ മാരുതി അവന്റെ വലിയ ഗദ കയ്യിലെടുത്തു. അപ്പോഴേക്കും ദുശാസനൻ ഉത്കടവും മൃത്യുവും പോലെ ഭീകരവുമായ വേൽ ഭീമന്റെ നേരെ പ്രയോഗിച്ചു കഴിഞ്ഞിരുന്നു. ഭീമൻ തന്റെ ഗദ കൊണ്ട് അതിനെ തട്ടിത്തെറിപ്പിച്ചു. ശക്തിമത്തായ ഗദ ഊക്കോടെ ദുശാസനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. ഭീമന്റെ ഗദാപ്രഹരമേറ്റ ദുശാസനൻ 10 വില്ലിൻപാട് ദൂരെയായി തെറിച്ചു വീണു. അശ്വങ്ങൾ ചത്തരഞ്ഞു. തേര് തവിടുപൊടിയായി. ഗദാഘാതത്താൽ തെറിച്ചു വീണ ദുശാസനൻ ചട്ടയും മെയ്ക്കോപ്പുകളും മാലയും ചിന്നി നിലത്ത് കിടന്ന് സഹിക്കുവാനാകാത്ത വേദനയോടെ പുളഞ്ഞു. അത് കണ്ട് ഭീമൻ അട്ടഹാസം മുഴക്കി. അവൻ തേരിൽ നിന്ന് താഴേക്ക് ചാടി ഒറ്റക്കുതിപ്പിന് ദുശാസനന്റെ അടുത്തെത്തി. അവനെ അടുത്ത് കണ്ടപ്പോഴേക്കും അവൻ പണ്ട് ചെയ്ത നീചവും ക്രൂരവുമായ ഓരോ പ്രവൃത്തികളെ പറ്റിയുള്ള ഓർമ്മ ഭീമന്റെ മനസ്സിൽ ഇരച്ചു കയറി വന്നു. അവൻ ആകാശം പോലും ഭേദിക്കത്തക്കവണ്ണം അലറിക്കൊണ്ട് പറഞ്ഞു: എടാ നീച, കാളകൂട വിഷം ചേർത്ത ഭക്ഷണം, കൃഷ്ണസർപ്പത്തിന്റെ കടി, അരക്കില്ലത്തിലെ ചുട്ടരിക്കൽ, കള്ളച്ചൂതാട്ടം കൊണ്ടുള്ള രാജ്യം തട്ടിയെടുക്കൽ, ദ്രൗപദിയുടെ ദാരുണമായ മുടി ചുറ്റിപ്പിടിക്കൽ, അവളുടെ വസ്ത്രാക്ഷേപം, വനവാസം, യുദ്ധത്തിലെ അസ്ത്രഗണങ്ങൾ, ഗ്രഹത്തിലെ അസുഖങ്ങൾ, വിരാട നഗരത്തിൽ ഞങ്ങൾക്കുണ്ടായ ക്ലേശം, ഇങ്ങനെ പല മാതിരി ദുഃഖങ്ങൾ, ഇവനൊക്കെ പ്രധാന കാരണക്കാരൻ നീയാണ്. ദുഷ്ടനായ ഇവനെ ഞാനിതാ വധിക്കുന്നു. എടോ യോധന്മാരെ, കഴിവുള്ളവരുണ്ടെങ്കിൽ ഇവനെ രക്ഷിക്കൂ.
ഭീമൻ അവൻ്റെ കാൽ കൊണ്ട് ദുശാസനന്റെ കഴുത്തിൽ ചവിട്ടിപ്പിടിച്ചു. അരയിൽ നിന്ന് വാളൂരി മാറുപിളർന്നു. പുറത്തേക്ക് ചീറ്റി വന്ന രക്തത്തെ ഭീമൻ ആർത്തിയോടുകൂടി വീണ്ടും വീണ്ടും കുടിച്ചു. ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് നിന്ന ഭീമനെ ഒരു രക്തരക്ഷസിനെ പോലെ ചുറ്റും നിന്നവർ ഭയപ്പെട്ടു. ഒരാൾക്കും അവന്റെ മുഖത്തേക്ക് പോലും നോൽക്കുവാൻ കഴിഞ്ഞില്ല. അനന്തരം ആ ജഡവും മറച്ചിട്ട് ഭീമൻ അതിന്റെ കണ്ഠവും മുറിച്ചു. അവൻ ഗർജിച്ചു, ഹാ, എത്ര സ്വാദിഷ്ടം! അമ്മയുടെ മുലപ്പാൽ, തേൻ, നെയ്യ്, മധു തുടങ്ങിയ ലോകത്തുള്ള എല്ലാവിധ പാനീയങ്ങളെക്കാളും ആസ്വാദികരമായിട്ടുള്ളത് എനിക്ക് ഈ ശത്രുവിൻ്റെ രക്തം കുടിക്കലാണ്. പോരിൽ ദുശാസനനെ കൊന്ന് ഞാൻ ചോര കുടിക്കുമെന്ന് ചെയ്ത ശബ്ദമിതാ നിറവേറ്റിയിരിക്കുന്നു. ഞാൻ ഒരു ശബ്ദം കൂടി ചെയ്തിരുന്നു. ദുര്യോധനന്റെ ശിരസിൽ കൗരവന്മാർ കാണുക ഞാൻ ചവിട്ടു. അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആർത്തട്ടഹസിച്ചു. ദുശാസനനെ ഹിംസിച്ച് കണ്ടപ്പോൾ അവൻ്റെ അനുജന്മാരായ നിഷങ്കി, പാശി, കവചി, ഭണ്ഡധാരൻ, ധനുഗ്രഹൻ, അലോലുവൻ, സഹൻ, ക്ഷണ്ണൻ, വാതവേഗൻ, സുവർമൻ എന്നിവർ ക്രോധാവേശത്തോടെ ഭീമനോട് എന്നിരിട്ടു. അവർ ഭീമനിൽ ഘോരമായ ശരവർഷം നടത്തി. എന്നാൽ ചോരയിൽ നനഞ്ഞു കുളിച്ച് രക്തരക്ഷസിനെ പോലെ ഭീകരനായി നിൽക്കുന്ന ഭീമൻ 10 ഭല്ലങ്ങൾ കൊണ്ട് ഞൊടിയിടയിൽ 10 ധാർത്തരാഷ്ട്രന്മാരെയും വധിച്ചു. ഇത് കണ്ടപ്പോൾ കർണൻ പോലും നടുങ്ങിപ്പോയി. കർണൻ ഭീമന്റെ പരാക്രമം കണ്ട് അമ്പരന്ന് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയ ശല്യം പറഞ്ഞു, എടോ രാധേയ, നീ നടുങ്ങരുത്. ഭീമസേനനെ ഭയപ്പെട്ട് മന്നവന്മാരും സൈനികളും ഓടുന്നത് നീ കാണുന്നില്ലേ? ദുര്യോധനനാണെങ്കിൽ തളർന്നു കിടക്കുന്നു. കൃപാദികൾ അവനെ സമാധാനിപ്പിക്കുകയാണ്. നിന്റെ പുത്രൻ വൃഷസേനൻ അല്പകരമായ വിധത്തിൽ പാണ്ഡവരോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവനെ രക്ഷിക്കേണ്ടത് നിന്റെ കർത്തവ്യമല്ലേ? നീയാണിന്ന് അവരുടെ ആശാകേന്ദ്രം. അതിനെ വിസ്മരിച്ച് നീ പിൻവാങ്ങുന്ന പക്ഷം നിനക്കുണ്ടാകുവാൻ പോകുന്ന ദുഷ്കീർത്തി വളരെ വലുതായിരിക്കും. കൃഷ്ണാർജുനന്മാരോട് എതിർക്കുവാനുള്ള നിന്റെ വീര്യമൊക്കെ എവിടെ പോയി? എന്തായാലും ശത്രുക്കളോട് എതിർക്കണം. ജയിച്ചാൽ കീർത്തിയോടെ രാജ്യം വാഴാം, മരിച്ചാൽ വീരസ്വർഗം പ്രാപിക്കാം. ആലസ്യം കാണിക്കേണ്ട സമയമല്ലിത്. ശല്യന്റെ സന്ദർഭോചിതമായ വാക്കുകൾ കർണനെ ആലസ്യത്തിൽ നിന്ന് തട്ടി ഉണർത്തി. തൻ്റെ രഥം പാണ്ഡവസേനയുടെ മധ്യത്തിലേക്ക് വിടുവാൻ ശല്യന് നിർദ്ദേശം നൽകി. അദ്ദേഹം അപ്രകാരം ചെയ്തു. പാണ്ഡവ സൈന്യത്തെ കൊന്നൊടുക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെ കർണൻ ശത്രു സൈന്യങ്ങളുടെ മധ്യത്തിലേക്ക് വന്നു കയറി. ദുശാസനനെയും മറ്റു 10 ധാർത്തരാഷ്ട്രന്മാരെയും ഭീമസേനൻ വധിച്ചപ്പോൾ അത് കണ്ടു നിൽക്കുവാൻ കഴിയാതെ രോക്ഷം പൂണ്ട ഭീമനെ ആക്രമിക്കുവാൻ പുറപ്പെട്ട ഒരുവനായിരുന്നു കർണന്റെ പുത്രനായ വൃഷസേനൻ. അവൻ വൃഗോദരനോടേറ്റു. എന്നാൽ തനിക്ക് തുല്യനല്ലാത്ത കർണപുത്രനോട് ഏൽക്കുവാൻ വായുപുത്രൻ മടിച്ചു നിന്ന്. നകുലൻ തക്ക സമയത്ത് അവിടെ എത്തിക്കൊണ്ട് നകുലനും വൃഷസേനനും കൂടിയാണ് യുദ്ധം ആരംഭിച്ചത്. ഇരുവരുടെയും ഭാഗത്ത് ധാരാളം സൈന്യങ്ങളുണ്ടായിരുന്നു. ഇരുവിഭാഗങ്ങളും തമ്മിൽ ഉജ്ജ്വലമായ പോരാട്ടമാണ് നടന്നത്. ശകുനിയുടെ പുത്രന്മാർ പർവ്വതീയ സൈന്യങ്ങളോടും കലിന്ദന്മാരോടും കൂടി വൃഷസേനനെ സഹായിക്കുവാനെത്തി. പാഞ്ചാലി പുത്രന്മാരും ധാരാളം സൈന്യങ്ങളും നകുലന്റെ പക്ഷത്തുമെത്തി. അപ്പോഴേക്കും യുദ്ധം ഒന്നുകൂടി ശക്തമാകുവാനും ഇരുഭാഗത്തും നാശനഷ്ടങ്ങൾ വർദ്ധിക്കുവാനും തുടങ്ങി. കളിന്തന്മാരിൽ നിന്നും പർവ്വതീയന്മാരിൽ നിന്നും ഒരു നല്ല പങ്ക് നകുലനും സഹായികളും കൂടി കൊന്നൊടുക്കി. ശകുനിയുടെ പുത്രന്മാരിൽ ചിലരെയും വധിച്ചു. അതോടെ നകുലനും വൃഷസേനനുമായുള്ള യുദ്ധം അതിൻ്റെ ഉച്ചകോടിയിലെത്തി. രണ്ടുപേരുടെയും ശരീരത്തിൽ ക്രൂരമ്പുകൾ തറച്ച ആ രക്തം വാർന്നൊലിച്ചു. നകുലന്റെ വില്ലും തേരും കുതിരകളുമെല്ലാം തകർക്കപ്പെട്ടു. അവൻ വാളും പരിചയമെടുത്ത് പോര് തുടർന്നു. ആ നിലയിലും അവൻ അസംഖ്യം ശത്രുക്കളെ കൊന്നൊടുക്കുക തന്നെ ചെയ്തു. വൃഷസേനൻ ഒരമ്പ് കൊണ്ട് നകുലന്റെ വാള് മുറിച്ചു കളഞ്ഞു. നിരായുധനായ നകുലനെ വൃഷസേനൻ വല്ലാതെ പീഡിപ്പിച്ചു. അവൻ ഓടി വന്ന ഭീമന്റെ തേരിൽ കയറി രക്ഷപ്പെട്ടു. വളരെ അകലെയല്ലാതെ കൗരവപ്പടയെ തകർത്തുകൊണ്ടിരുന്ന അർജുനൻ വൃഷസേനന്റെ പരാക്രമം മനസ്സിലാക്കി. ഉടൻ തന്നെ അവന്റെ അടുത്തേക്ക് വന്നു. വജ്രസമാനങ്ങളായ അർജുന ബാണങ്ങളേറ്റപ്പോൾ കർണപുത്രൻ വളരെയേറെ ക്ഷമിച്ചു. എങ്കിലും അവൻ അധീരനാവാതെ അർജുന ബാണങ്ങളേറ്റ് പ്രയാസപ്പെട്ട് തടഞ്ഞുകൊണ്ട് സബ്യസാചിയുടെ നേർക്ക് ബാണങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വൃഷസേനൻ പരവശനായി. അവന്റെ മർമ്മങ്ങൾ തോറും പാർത്ഥന്റെ ബാണങ്ങൾ തറച്ചു. അവസാനം കർണന്റെ മുന്നിൽ വെച്ച് തന്നെ അർജുനൻ ഒരു ശരം വിട്ട് വൃഷസേനനെ കൊന്നു വീഴ്ത്തി. അങ്ങനെ അഭിമന്യുവധത്തിന്റെ പകരം വീട്ടിയ അർജുനന്റെ അമ്പുകളേറ്റ് തന്റെ വത്സലപുത്രനായ വൃഷസേനൻ മൃതിയടഞ്ഞു. കണ്ടപ്പോൾ കർണന്റെ കണ്ണുകളിൽ കണ്ണുനീർക്കങ്ങളായി. അവൻ തെല്ലുനേരം നിശബ്ദനായി നിന്നു. അവന്റെ ഭാവം പകർന്നു. മുഖത്ത് കാഠിന്യം പരന്നു. അവൻ സിംഹഗർജനം പോലെ ആക്രോശിച്ചു, ശല്യ, എൻ്റെ തേര് അർജുനന്റെ നേർക്ക് വിടൂ. അവന്റെ ശബ്ദത്തിൽ അർജുനനെ കൊന്നേ അടങ്ങൂ എന്ന ദൃഢനിശ്ചയം പ്രകടമായിരുന്നു. തുടരും.